നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു അവസ്ഥയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ഗോൾ കീപ്പർ ആൻ്റണി കിൻസ്കിയുടേത്. ആഗ്രഹിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഡെബ്യൂ നടത്തിയപ്പോൾ 17ാമത്തെ മിനിറ്റിൽ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ 17 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോളുകൾ കൺസീഡ് ചെയ്തിരുന്നു. അതിൽ 2 എണ്ണവും കിൻസ്കിയുടെ തന്നെ എററിൽ നിന്ന് സംഭവിച്ചതാണ്. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു തുടക്കം. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ടണലിലൂടെ മടങ്ങിപ്പോയത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ സ്റ്റാൻഡിംഗ് ഒവേഷനൊക്കെ കൊടുത്തു. ഏതായാലും കളി 5-2 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഹുലിൻ ആൽവരസിൻ്റെ വമ്പൻ പ്രകടനം. ഹുലിൻ ആൽവരസ് ആണ് ഈ മാച്ചിൽ സ്റ്റാർ ഓഫ് ദി ഷോ എന്ന് തന്നെ പറയാം. ഒരിക്കലും മറക്കാത്ത ഒരു രാത്രിയായിരിക്കും ആൻ്റോണിൻ കിൻസ്കിക്ക്. ഏതായാലും ഈ മത്സരത്തിൽ ഇത്ര നേരത്തെ പിൻവലിച്ചതോടുകൂടി അതൊരു റെക്കോർഡായി മാറിയിട്ടുണ്ട്. ആൻ്റണി കിൻസ്കി ബിക്കം ദി ഫസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററി ടു ബി സബ്ഡ് ഓഫ് വിത്തിൻ ദി ഫസ്റ്റ് 20 മിനിറ്റ്സ് വിത്തൗട്ട് ബീയിങ് ഇഞ്ചുവേർഡ്. പരിക്കൊന്നും പറ്റാതെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ 20 മിനിറ്റിനുള്ളിൽ സബ് ചെയ്യപ്പെട്ട ഗോൾ കീപ്പർ എന്നുള്ള നാണക്കേടിൻ്റെ റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമാണ്. ഏതായാലും മത്സരത്തിൽ ഗംഭീര വിജയമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നേടിയത്. 5-2 വിജയം അവർ നേടുമ്പോൾ അവർക്ക് വേണ്ടി ഹുലിൻ ആൽവരസ് ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. അദ്ദേഹത്തെ കൂടാതെ ലൊറൻ്റെ, ഗ്രീസ്മാൻ, ലെനോർമാൻഡ് എന്നിവർ ഗോളുകൾ നേടി. ടോട്ടൻഹാമിന് വേണ്ടി പോറോയും സൊലങ്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹുലിൻ ആൽവരസും ആൻ്റോയിൻ ഗ്രീസ്മാനും ലൂക്മാനും ജിയോവാനി സിമിയോണിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ടെല്ലും റിച്ചാലീസനും രണ്ടാൽ കൊലമുവാനിയും ചേർന്നുകൊണ്ടാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു ടോട്ടൻഹാം ഹോട്ട്സ്പറിന്. 6ാമത്തെ മിനിറ്റിൽ ലൊറൻ്റെയുടെ ഗോൾ പിറന്നു. 14ാമത്തെ മിനിറ്റിൽ ഗ്രീസിയുടെ ഗോൾ വരുന്നു. പിന്നെ 15ാമത്തെ മിനിറ്റിൽ ഹുലിൻ ആൽവരസിൻ്റെ ഗോളും. അതോടുകൂടി മതിയാക്കി ഗോൾ കീപ്പർ ആൻ്റണി കിൻസ്കിയെ അവർ പിൻവലിച്ചു. എന്നാൽ അതിനുശേഷം ഗോളടിക്ക് ഒരു കുറവും പറ്റിയില്ല. 22ാമത്തെ മിനിറ്റിൽ ലെനോർമാൻഡിലൂടെ അടുത്ത ഗോളും കണ്ടെത്തി അത്ലറ്റിക്കോ മാഡ്രിഡ്. 26ാമത്തെ മിനിറ്റിലായിരുന്നു പോറോയുടെ ഗോളിലൂടെ ടോട്ടൻഹാം ഒരു ആശ്വാസം കണ്ടെത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗോളുകൾ പിറന്നു. ഹുലിൻ ആൽവരസ് 55ാമത്തെ മിനിറ്റിൽ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. സൊലങ്ക 76ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി ടോട്ടൻഹാമിന് വേണ്ടി നേടിയെങ്കിലും 5-2 തകർപ്പൻ ജയം അത്ലറ്റിക്കോ മാഡ്രിഡ് നേടിയിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ ട്യൂഡർ കോച്ചായി വന്നിട്ട് കളിച്ച 4 കളികളിലും ടോട്ടൻഹാം ഹോട്ട്സ്പർ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നും മാത്രമല്ല, ഇപ്പോൾ തുടർച്ചയായ 6 കളികളിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ പരാജയപ്പെട്ടു. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും ഹുലിൻ ആൽവരസ് വീണ്ടും പ്രകടനം നടത്തി. അത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർക്കും അർജൻറ്റീനയുടെ ആരാധകർക്കും ഒരുപോലെ സന്തോഷം പകരുന്ന കാര്യമാണ്. 10ൽ 10 അദ്ദേഹത്തിന് ലഭിച്ച sofascore.comൻ്റെ റേറ്റിംഗ്. 2 ഗോളുകളും 1 അസിസ്റ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വക. 2 ഷോട്ട് തീർത്തു, 2 ഓൺ ടാർഗറ്റിലേക്ക്, 2 കീ പാസുകൾ, 25 പാസുകളിൽ 22 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അതായത് 88% പാസിംഗ് ആക്യുറസി, 5 ബോൾസ് റിക്കവർ ചെയ്തു. അങ്ങനെ തകർപ്പൻ പ്രകടനമാണ് ഹുലിൻ ആൽവരസ് നടത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.